ഫ്രണ്ട്സ്, നമ്മുടെ NPCL അഥവാ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഇന്ത്യ ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അതുപോലെ ഇത് പെർമനൻറ്റ് വേക്കൻസിയാണ്. അത്യാവശ്യം നല്ല സാലറിയും ഒട്ടനവധി അലവൻസും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രൊമോഷൻ സാധ്യതയൊക്കെയുള്ള പോസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് വിവിധ ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമാകുന്നൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ഡ്യൂറേഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട, ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും അപ്ഡേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ബെല്ലൊക്കെ എനേബിൾ ചെയ്ത് വെച്ചോളൂ. കറക്റ്റായിട്ട് എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങളിലേക്ക് വരുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും NPCLൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് 28/5/2025 ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 17/6/2025 ഓക്കെ. അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്നത്, അതായത് ജൂൺ 17 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഏതൊക്കെ പോസ്റ്റുകളാണ് നമുക്ക് വിളിച്ചിരിക്കുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സീക്ക് ചെയ്തോ സ്കിപ്പ് ചെയ്തൊക്കെ കാണുകയാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ പറയുന്നതിനൊരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടാതെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾ, ഓക്കെ. അതല്ലെങ്കിൽ നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് നോക്കുക, ഓക്കെ. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡറി ട്രെയിനി അല്ലെങ്കിൽ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. അതിൻ്റെ കോഡായിട്ട് നമ്മളത് ഷോർട്ടായിട്ട് പറയുന്നത് ST അല്ലെങ്കിൽ SA കാറ്റഗറി 1 എന്നാണ് പറയുന്നത്, ഓക്കെ. അപ്പോൾ ഇതിൽ ഡിപ്ലോമ ഹോൾഡേഴ്സ് എന്നാണ്. അപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞവർക്കുള്ള വേക്കൻസിയാണത്, ഓക്കെ. അത് ഇത് ഡിപ്ലോമ എന്താണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളിലേക്കൊക്കെ വരാം. അപ്പോൾ അതോടൊപ്പം തന്നെ സ്റ്റൈപ്പൻഡറി ട്രെയിനി അല്ലെങ്കിൽ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് കാറ്റഗറി 1 തന്നെ സയൻസ് ഗ്രാജുവേറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെയുണ്ട്. അതിന് 2 കാറ്റഗറിയാണ്, ഒന്ന് ഡിപ്ലോമ ഹോൾഡേഴ്സിനും ഒന്ന് സയൻസ് ഗ്രാജുവേറ്റ്, അതായത് ബാച്ചലർ ഓഫ് സയൻസ് കഴിഞ്ഞവർക്ക്. 11 വേക്കൻസിയാണ് ടോട്ടൽ. വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. വേക്കൻസിയുടെ എണ്ണം നോക്കി നമ്മൾ അപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. SCക്ക് 2, STക്ക് റിസർവ് വേക്കൻസി ഇല്ല. OBC NCLന് 3, EWSന് 1, ജനറൽ 5. ST കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാൻ, ജനറൽ വേക്കൻസിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏത് കാൻഡിഡേറ്റ്സിനും ജനറൽ വേക്കൻസിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ PWD ഇതിൽ റിസർവ് വേക്കൻസി ഇല്ല, കറണ്ട് വേക്കൻസി പറഞ്ഞാൽ ഇപ്പോഴുള്ള വേക്കൻസിയാണ്. ദെൻ ബാക്ക്ലോഗ് വേക്കൻസി വേറെ ഒരു കോളം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ബാക്ക്ലോഗ് വേക്കൻസി പറഞ്ഞാൽ മുൻപത്തെ റിക്രൂട്ട്മെൻറ്റ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാത്ത വേക്കൻസി, ഫില്ലാത്ത വേക്കൻസി. അതിൽ PWD 6 വേക്കൻസി സ്യൂട്ടബിൾ ആയിട്ട് അതിൽ കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യും, ശാരീരിക പ്രശ്നങ്ങളുള്ളവർക്ക്, ഓക്കെ. അപ്പോൾ ഇവിടെ സീരിയൽ നമ്പർ വേണം 1ഉം 2ഉം നമ്മൾ കഴിഞ്ഞു. ഇനി സീരിയൽ നമ്പർ 3ഉം 4ഉം ആണ് നമ്മൾ നോക്കുന്നത്. അത് സ്റ്റൈപ്പൻഡറി ട്രെയിനീസ് ടെക്നീഷ്യൻ ആണ്, ഓക്കെ. അപ്പോൾ ടെക്നീഷ്യനിൽ കാറ്റഗറി 2 ആണ്. അപ്പം 1ഉം 2ഉം കാറ്റഗറി 1 ആണെങ്കിൽ 3ഉം 4ഉം കാറ്റഗറി 2 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് വ്യത്യാസമുണ്ട്. ഇതിൽ പ്ലാന്റ് ഓപ്പറേറ്ററും വിളിച്ചിട്ടുണ്ട്, മെയിൻറ്റൈനറും വിളിച്ചിട്ടുണ്ട്. 166 വേക്കൻസിയാണ് ടോട്ടൽ. അതിൽ SCക്ക് 11, STക്ക് 25, ദെൻ OBCക്ക് NCലാണെങ്കിൽ 46, EWSന് 16, ദെൻ ജനറൽ 67 വേക്കൻസി. പിന്നെ ഒരു PWDന് 7 വേക്കൻസി കാണിക്കുന്നുണ്ട്, റിസർവ് വേക്കൻസി. പിന്നെ PWDന് റിസർവ് വേക്കൻസി ഒരു 5 എണ്ണം ഉണ്ട്. അത് സ്യൂട്ടബിൾ ആയവർ അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ടോട്ടലാണ് കേട്ടോ, മറ്റു വേക്കൻസിൻ്റെ മോഡാണ്, ഓക്കെ. ഇനി ഇതിൽ അടുത്ത് വരുന്നത് നമുക്ക് പോസ്റ്റ് വരുന്ന 5ഉം 6ഉം 7ഉം ആണ്. ഇതിലേക്ക് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 1 ആണ് വിളിച്ചത്. അത് HRൽ 9 വേക്കൻസി, F&ൽ 6 വേക്കൻസി, C&Mൽ 5 വേക്കൻസി. അങ്ങനെ ആകെ മൊത്തം 197 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഡിസിപ്ലിൻ വൈസ് ബ്രേക്കപ്പ് ആണ്. അതായത് ഈ പറയുന്ന കാറ്റഗറി 1ൻ്റെയും കാറ്റഗറി 2 ഉണ്ടല്ലോ, ഈ 2ൻ്റെയും ഡിസിപ്ലിൻ വൈസ് വാക്കൻസീസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ സ്റ്റൈപ്പൻഡറി ട്രെയിനി അല്ലെങ്കിൽ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് കാറ്റഗറി 1 ഡിപ്ലോമ ഹോൾഡേഴ്സിൻ്റെയും സയൻസ് ഗ്രാജുവേറ്റിനെയും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കെമിക്കൽ, ഓക്കെ. അപ്പോൾ ഇതൊരു ഗ്രൂപ്പായിട്ട് നമുക്ക് വരാം. ഇത് ഡിപ്ലോമ ഹോൾഡേഴ്സിനുള്ളതാണ്. ഇനി അടുത്തത് 2 നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, കെമിസ്ട്രി, ഫിസിക്സ്. ഇത് സയൻസ് ഗ്രാജുവേറ്റിനുള്ളതാണ്. അതിൽ 11 വേക്കൻസി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മെക്കാനിക്കലിൽ 2, ഇലക്ട്രിക്കലിൽ 2, ഇലക്ട്രോണിക്സിൽ 2, കെമിക്കലിൽ 1, പിന്നെ സയൻസ് ഗ്രാജുവേറ്റിന് കെമിസ്ട്രിയിൽ 3, ഫിസിക്സിന് 2, ഇങ്ങനെയാണ് വേക്കൻസി. അതിൽ നിങ്ങൾക്ക് SC ST OBC റിസർവ് വേക്കൻസീസ് ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ജനറൽ വേക്കൻസിൻ്റെ നിങ്ങൾക്ക് ഏത് കാറ്റഗറിക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളത് മനസ്സിലാക്കാം. ഇനി അടുത്തത് നമ്മൾ സ്റ്റൈപ്പൻഡറി ട്രെയിനിങ് ടെക്നീഷ്യൻ കാറ്റഗറി 2 ആണ്. പ്ലാന്റ് ഓപ്പറേറ്റർ ആൻഡ് മെയിൻറ്റൈനർ ആണല്ലോ വിളിച്ചത്. അപ്പോൾ അതിൻ്റെ പ്ലാന്റ് ഓപ്പറേറ്ററിൽ ഒരു 95 വേക്കൻസിയും, പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന മെയിൻറ്റൈനറിൽ നിങ്ങൾക്ക് വിവിധ ട്രേഡുകളുണ്ട്. ഫിറ്റർ 20 വേക്കൻസി, ഇലക്ട്രീഷ്യൻ 16, ഇലക്ട്രോണിക്സ് 12, ഇൻസ്ട്രുമെൻറ്റേഷൻ 12, വെൽഡർ 3, മെഷീനിസ്റ്റ് 2, AC മെക്കാനിക്ക് 3, ഡീസൽ മെക്കാനിക്ക് 2, 166 വേക്കൻസി അതിൽ. അപ്പോൾ ഇത് ഡിസിപ്ലിൻ വൈസ് വേക്കൻസീസ് ആണ് ഈ പറയുന്ന പോസ്റ്റുകൾ. അതായത് പോസ്റ്റ് കോഡ് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ സ്റ്റൈപ്പൻഡറി ട്രെയിനി കാറ്റഗറി 1ഉം കാറ്റഗറി 2 ആണ് പറയുന്നത് കേട്ടോ, കാറ്റഗറി 2 ടെക്നീഷ്യൻ. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെയും പോസ്റ്റ് വൈസ് വേക്കൻസി നിങ്ങൾ കണ്ടു. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ ആദ്യം നമ്മൾ നോക്കുന്നത് സ്റ്റൈപ്പൻഡറി ട്രെയിനി
എന്ന് പറയുന്ന പോസ്റ്റിൻ്റെതാണ്, അതായത് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് എന്നും പറയും. അത് ST ആൻഡ് SA അല്ലെങ്കിൽ SA കേട്ടോ. കാറ്റഗറി 1 ഡിപ്ലോമ ഹോൾഡേഴ്സിനുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിപ്ലോമ ഹോൾഡേഴ്സിനുള്ള കാറ്റഗറി 1ൻ്റെതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് ഇവിടെ കാണാം നിങ്ങൾക്ക്. ഡിപ്ലോമ, ഓക്കെ, നമുക്ക് ഡിപ്ലോമ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. വിത്ത് നോട്ട് ലെസ് ദാൻ 60% മാർക്സ്, അതായത് നമുക്ക് 60% മാർക്ക് മിനിമം ഉണ്ടായിരിക്കണം. ഓക്കെ, 60% മിനിമം ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇൻ ഡിസിപ്ലിൻസ് മെൻഷൻഡ് അറ്റ് ടേബിൾ 1D. അപ്പോൾ ടേബിൾ 1Dയിൽ ഇതിൻ്റെ ഏതൊക്കെ ഡിസിപ്ലിൻ ആണെന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഓക്കെ, അതിനു മുൻപ് നിങ്ങൾക്കെല്ലാം യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും 6 മാസം കൊണ്ട് നിങ്ങൾക്ക് SSLC കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 6 മാസം കൊണ്ട് നിങ്ങൾക്ക് SSLC കംപ്ലീറ്റ് ചെയ്യാം, +2 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതായത് നിങ്ങൾ ഇതുവരെ SSLC പഠിച്ചിട്ടില്ല, ഇനി SSLC പഠിച്ചു ഫെയിലായവരാണോ, ഇനി അതല്ല നിങ്ങൾ SSLC കഴിഞ്ഞു എന്തെങ്കിലും ഡിപ്ലോമ എന്തെങ്കിലും ചെയ്തു, നിങ്ങൾ +2 പഠിച്ചിട്ടില്ല, അപ്പോൾ നിങ്ങൾക്ക് +2 പഠിച്ചെടുക്കാം. വെറും 6 മാസം കൊണ്ട് നിങ്ങൾക്ക് എന്താണ് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ എക്സാമുകളൊക്കെ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള സർട്ടിഫിക്കറ്റുകളായിരിക്കും. അപ്പോൾ അതോടൊപ്പം തന്നെ ഇനി നിങ്ങൾക്ക് ഡിഗ്രി ഹയർ സ്റ്റഡീസിന് പഠിക്കണം, ഡിഗ്രി അല്ലെങ്കിൽ PG പഠിക്കണം, അങ്ങനെ പഠിക്കാൻ താല്പര്യം, ഇപ്പോൾ ഡിപ്ലോമ അല്ലെങ്കിൽ IT ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ +2 വരെ പഠിച്ചവരായിരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് BA, BCom, BBA, BCA, BSW, B.Ed, ഇനി അതല്ലെങ്കിൽ PG ആയിട്ടുള്ള MA, MCom, MBA, MCA, MSW, M.Ed തുടങ്ങിയിട്ടുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതുപോലെ നിങ്ങൾക്ക് മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC ഒക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എജുവെല്ലാണ്. ഓക്കെ, അപ്പോൾ എജുവെല്ലിൻ്റെ നമ്പറാണ് ഞാനിവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് 7306219188. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ മറ്റു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. പിന്നെ കൂടുതലായിട്ട് അതിനെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ഇവർ നൽകുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കില്ല. സ്വദേശ വിദേശ ഉപരിപഠനം, എമിഗ്രേഷനും എംബസി അറ്റസ്റ്റേഷനും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കാം. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവരുടെ എജുവലിൻ്റെ പ്രത്യേകതകളാണ് ഇവിടെ പറയുന്നത്. UGC, PSC, NAC, A ഗ്രേഡ് അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG പ്രോഗ്രാമുകളാണ് ഇവർ കൊടുക്കുന്നത്. ലോകത്ത് എവിടെയിരുന്ന് നിങ്ങൾക്ക് പഠിക്കാൻ ഓൺലൈൻ ലേണിംഗ് ആപ്പ് ഇവർക്കുണ്ട്. അതോടൊപ്പം തന്നെ ഓൺലൈൻ വഴി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ഓൺലൈനായിട്ട് എക്സാം എഴുതാനുള്ള സ്കീമുണ്ട്. ഫുൾ ടൈം പേഴ്സണൽ മെൻറ്റർ സപ്പോർട്ട് അവർ നൽകുന്നുണ്ട്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ ക്ലാസ്സുകളാണ്. അഡ്മിഷൻ എടുക്കുന്നതിന് കൂടുതൽ വിവരങ്ങൾക്കും 7306219188 ഈ നമ്പർ ഞാൻ ലിങ്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് ലിങ്ക് നമ്മുടെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. ഡയറക്റ്റ് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്പർ അടിച്ച് നിങ്ങൾക്ക് അവരോട് ചാറ്റ് ചെയ്യാം, വിളിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, നമ്മുടെ ഇത് കണ്ട് വന്നതാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് അവർ പറഞ്ഞുതരും. അപ്പോൾ ഫീ ഒക്കെ ഇൻസ്റ്റാൾമെൻറ്റ് ഇതിലൊക്കെ നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നേരെ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളിലേക്ക് തന്നെ വരാം. അപ്പോൾ നോട്ടിഫിക്കേഷനിൽ നമ്മൾ നോക്കേണ്ടത് ഈ പറയുന്ന സ്റ്റൈപ്പൻഡറി ട്രെയിനി ഒരു സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് പറയുന്ന ഡിപ്ലോമ ഹോൾഡേഴ്സിനുള്ളതിൽ ഡിപ്ലോമ 60% മാർക്ക് വേണം. അപ്പോൾ ഏതൊക്കെ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളത് നമ്മൾ ടേബിൾ 1D നോക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ടേബിൾ 1D പോയി നോക്കുകയാണ്. ടേബിൾ 1D. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കിവിടെ കാണാം. ലിസ്റ്റ് ഓഫ് ഡിസിപ്ലിൻ ആക്സെപ്റ്റബിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡറി ട്രെയിനി ഒരു സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ST or SA കാറ്റഗറി 1, അതായത് പോസ്റ്റ് നമ്പർ സീരിയൽ നമ്പർ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തത്. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഒന്നാമത് ഈ ഫസ്റ്റത്തെ പോസ്റ്റ് കേട്ടോ. ഈ ഫസ്റ്റത്തെ പോസ്റ്റിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഡിപ്ലോമ ഹോൾഡേഴ്സിനുള്ള പോസ്റ്റിൻ്റെതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പോസ്റ്റ് വൈസ് വേക്കൻസി കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് മെക്കാനിക്കൽ അതിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെക്കാനിക്കലിലോ അല്ലെങ്കിൽ പ്രൊഡക്ഷനിലോ അല്ലെങ്കിൽ മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമൊബൈലിലോ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ 60% മാർക്കോടുകൂടി എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇലക്ട്രിക്കലിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇലക്ട്രോണിക്സിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ദെൻ കെമിക്കലിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 60% മാർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ കാര്യം നമ്മളവിടെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന ടേബിൾ 1Dയിൽ അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിപ്ലോമയുടെ ഡ്യൂറേഷൻ പറയുന്നുണ്ട് 3 ഇയർ ഡ്യൂറേഷൻ ആയിരിക്കും. അതായത് SSLC അല്ലെങ്കിൽ +2 ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും 3 ഇയർ ഡ്യൂറേഷനിൽ നിങ്ങൾ പഠിച്ച ഡിപ്ലോമ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, നിങ്ങൾ ലാറ്ററൽ എൻട്രിയുടെ കയറിയവരാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. അതുവരെ പറയുന്നുണ്ട്. അതിവിടെ പറയുന്നുണ്ട്, ജസ്റ്റ് ഞാൻ കാണിക്കാം. വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന 3 ഇയർ ഡ്യൂറേഷനോ അതല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം അതല്ലെങ്കിൽ 2 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമയും, അതായത് ലാറ്ററൽ എൻട്രിയുടെ നിങ്ങൾ +2 പഠിച്ചതിന് ശേഷം നിങ്ങൾ ഡിപ്ലോമ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ സെക്കൻഡ് ഇയറിലേക്കാണ് നിങ്ങൾക്ക് എൻട്രി ലഭിക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ ലാറ്ററൽ എൻട്രിയുടെ കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 60%
മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഈ പറഞ്ഞിരിക്കുന്ന മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കെമിക്കൽ ഏതിൽ നിങ്ങൾ ഡിപ്ലോമ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്തവരാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും 10ാം ക്ലാസ്സും ITIയും കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഡിപ്ലോമ ചെയ്തത്. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞു, അതിനുശേഷം ITI കഴിഞ്ഞു, ITI കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രിയിലൂടെ നിങ്ങൾ കയറി. അങ്ങനെ കയറിയവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല, അവർ എലിജിബിൾ അല്ല. അപ്പോൾ +2 കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ഡിപ്ലോമ ലാറ്ററലിലൂടെ കയറിയവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, കുഴപ്പമില്ല. എന്നാൽ നിങ്ങൾ ITI കഴിഞ്ഞിട്ട് കയറിയവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നിങ്ങൾക്ക് SSLC അല്ലെങ്കിൽ +2 നമ്മൾ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റായിട്ട് പഠിക്കണം എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്, അത് നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കണ്ടുകൊണ്ട് നമ്മൾ പറഞ്ഞോളൂ. ഇനി അടുത്ത രണ്ടാമത്തെ സീരിയൽ നമ്പർ 2ാമത്തെ പോസ്റ്റാണ് നിങ്ങൾ നോക്കണം. ഓക്കെ, സ്റ്റൈപ്പൻഡറി ട്രെയിനി ഓർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് കാറ്റഗറി 1 സയൻസ് ഗ്രാജുവേറ്റിൻ്റെ പോസ്റ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞു, അതാണ് നമ്മൾ നോക്കുന്നത്. അതിലൂടെ കാണാൻ നിങ്ങൾക്ക് BSc ബാച്ചിലർ ഓഫ് സയൻസ് കഴിഞ്ഞിരിക്കുക വിത്ത് 60% മാർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ BSc ഏതാണെന്ന് വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഫിസിക്സ് നമ്മൾ മേജർ സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം, ആൻഡ് കെമിസ്ട്രിയോ അതല്ലെങ്കിൽ മാത്തമാറ്റിക്സോ സ്റ്റാറ്റിസ്റ്റിക്സോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിച്ചിരിക്കണം. അത് സബ്സിഡിയറായിട്ട് പഠിച്ചാൽ മതി, മേജറായിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ BSc നിങ്ങൾ ബാച്ചിലർ ഓഫ് സയൻസ് നിങ്ങൾ ഫിസിക്സ് ആണ് മെയിൻ ഫിസിക്സ് ആയിരിക്കണം. പ്ലസ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കെമിസ്ട്രിയോ അതല്ലെങ്കിൽ മാത്തമാറ്റിക്സോ അതല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസോ ഇതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് സബ്സിഡിയറായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതല്ലെങ്കിൽ കെമിസ്ട്രി നിങ്ങൾ ഇതുപോലെ BSc കെമിസ്ട്രി നിങ്ങൾ മേജറായിട്ട് പഠിക്കുക, മെയിൻ സബ്ജക്റ്റ്. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾ എന്താണ് ഫിസിക്സോ മാത്തമാറ്റിക്സോ സ്റ്റാറ്റിസ്റ്റിക്സോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസോ നിങ്ങൾ എന്താണ് സബ്സിഡിയറായിട്ട് പഠിച്ചവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങളുടെ ബാച്ചിലർ ഓഫ് സയൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാജുവേഷൻ ഫിസിക്സും PCM എന്ന് പറയും, ഫിസിക്സ് അതുപോലെ കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഇത് മൂന്നിനും ഈക്വൽ വെയിറ്റേജ് കൊടുത്ത് നിങ്ങൾ പഠിച്ചവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും തീർച്ചയായിട്ടും ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ മാത്തമാറ്റിക്സ് നമ്മൾ പ്ലസ് ടു നമ്മൾ മാത്തമാറ്റിക്സ് സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് BSc മാത്തമാറ്റിക്സ് നിങ്ങൾ മെയിൻ സബ്ജക്റ്റായിട്ട് പഠിച്ചവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. മാത്തമാറ്റിക്സ് മെയിൻ സബ്ജക്റ്റായിട്ട് BSc കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നോക്കുന്നത് നമ്മൾ സ്റ്റൈപ്പൻഡറി ട്രെയിനി ഓർ ടെക്നീഷ്യൻ ആണ്, ST or TN ആണ്. കാറ്റഗറി 2 പ്ലാന്റ് ഓപ്പറേറ്ററിലേക്കാണ്. പ്ലാന്റ് ഓപ്പറേറ്ററിലേക്ക് നിങ്ങൾക്ക് ഇത് അവിടെ കാണാം, +2 പാസ്സായാൽ മതി. +2 അല്ലെങ്കിൽ ISc സയൻസ് സ്ട്രീം ആയിരിക്കണം. ഓക്കെ, ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ്. ഓക്കെ, ഈ 3 സബ്ജക്റ്റ് നമ്മൾ +2 പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റൈപ്പൻഡറി ട്രെയിനി ഓർ ടെക്നീഷ്യൻ കാറ്റഗറി 2 പ്ലാന്റ് ഓപ്പറേറ്ററിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് +2 സയൻസ് എടുത്ത് പഠിച്ചിരിക്കുക, ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. 3 സബ്ജക്റ്റ് നമ്മൾ പഠിച്ചിരിക്കണം. ഇനി അടുത്ത സ്റ്റൈപ്പൻഡറി ട്രെയിനി മെയിൻറ്റെയിനർ ആണ്, കാറ്റഗറി 2. ഓക്കെ, ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ SSLC 50% മാർക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന സയൻസ് സബ്ജക്റ്റിൽ സെപ്പറേറ്റ് ആയിട്ട് വേണം, മാത്തമാറ്റിക്സിലും സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിരിക്കണം. അതായത് നമുക്ക് SSLCയിൽ നിങ്ങൾക്ക് 50% മാർക്ക് നിങ്ങൾക്ക് സയൻസ് സബ്ജക്റ്റിൽ, ഓക്കെ സയൻസ് സബ്ജക്റ്റിൽ ഏതാ വെച്ചാൽ അതിലൊക്കെ നിങ്ങൾക്ക് എന്താണ് ഫിസിക്സ് കെമിസ്ട്രി ഇതിലൊക്കെ നിങ്ങൾക്ക് എന്താണ് ബയോളജി ഇതിലൊക്കെ നിങ്ങൾക്ക് 50% മാർക്ക് വേണം. ഓക്കെ, അത് കൂടാതെ നമുക്ക് എന്താണ് മാത്തമാറ്റിക്സിലും 50% മാർക്ക് ഉണ്ടായിരിക്കണം, അത് നിർബന്ധമാണ്. ഇനി അതോടൊപ്പം തന്നെ SSLC മാത്രം പോരാ, പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് 2 വർഷം ഡ്യൂറേഷനുള്ള ITI സർട്ടിഫിക്കറ്റ് കോഴ്സ് നിങ്ങൾ ചെയ്തിരിക്കണം. ഇനി 1 വർഷം കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം, അതിന് കുറച്ച് കണ്ടീഷൻ ഉണ്ട്, ഞാൻ പറയാം. അപ്പോൾ 2 വർഷം ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ നോക്കുന്നത് ടേബിൾ ഇയിലാണ്. ടേബിൾ ഇ നോക്കാം നമുക്ക്, ഏതൊക്കെ ട്രേഡിൽ ITI കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് ടേബിൾ ഇയിൽ കൊടുത്തിട്ടുണ്ട് അവർ. ഓക്കെ, ടേബിൾ ഇയിൽ കൊടുത്തിട്ടുണ്ട്, കൂടെ കാണാൻ പറ്റും. ടേബിൾ ഇ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. ലിസ്റ്റ് ഓഫ് ട്രേഡ് ആക്സെപ്റ്റബിൾ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഫിറ്ററിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ഇലക്ട്രീഷ്യൻ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ഇലക്ട്രോണിക്സിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ഇൻസ്ട്രുമെൻറ്റേഷനിലേക്ക് ഇതിൽ ഏതെങ്കിലും ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, വെൽഡർ ITI കഴിഞ്ഞവർക്ക്, മെഷീനിസ്റ്റ് ITI കഴിഞ്ഞവർക്ക്, AC മെക്കാനിക്കലേക്ക് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ഡീസൽ മെക്കാനിക്കൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് SSLC + IT ആണ്, 2 ഇയർ ഡ്യൂറേഷൻ വേണം IT എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് 1 വർഷം ഡ്യൂറേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇനി ഒരു റിലാക്സേഷൻ ഉണ്ട്, അതായത് SSLCയിൽ നിങ്ങൾക്ക് 50% മാർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2021 പാസ് ഔട്ടായ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ കോവിഡ് കാരണം എനിക്ക് തോന്നുന്നു തമിഴ്നാടൊക്കെ ആണെങ്കിൽ അങ്ങനെ ജസ്റ്റ് പാസ് എന്നുള്ളത് മാത്രമേ അതിൽ പറയുന്നുള്ളൂ, അതിൽ അവർക്ക് പെർസെൻറ്റേജോ മറ്റു കാര്യങ്ങളും കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ പാസ് മാത്രമാണ്, നിങ്ങൾക്ക് പെർസെൻറ്റേജോ മാർക്കോ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്താണ് ഈ പറയുന്ന നിശ്ചിത 50% മാർക്ക് വേണം എന്നുള്ളത് നിർബന്ധമില്ല, അവർക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഓർത്ത് വെക്കുക.
ഇനി ഞാൻ പറഞ്ഞു നിങ്ങളോട് ITI 2 വർഷം ഡ്യൂറേഷൻ അല്ലാതെ 2 വർഷത്തിൽ കുറവ് നിങ്ങൾ ഡ്യൂറേഷനിൽ ITI ഏതെങ്കിലും ട്രേഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ കണ്ടീഷൻ എന്താ വെച്ചാൽ മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതത് ട്രേഡിൽ അപ്രന്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന മെയിൻറ്റെയിനറിൻ്റെ ഒന്നുപാടെ പറയാം. SSLC നിങ്ങൾക്ക് 50% മാർക്ക് ഈ പറയുന്ന സബ്ജക്റ്റുകളിൽ, ഓക്കെ, സയൻസ് സബ്ജക്റ്റുകളിൽ 50% ഓരോന്നിലും മാർക്ക് വേണം, മാത്തമാറ്റിക്സിൽ 50% മാർക്ക് വേണം. പ്ലസ് അതിൻ്റെ കൂടെ 2 വർഷം ഡ്യൂറേഷനുള്ള ITI നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു അതായത് ട്രേഡിൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി ലെസ് ദാൻ 2 ഇയർ ഡ്യൂറേഷനുള്ള ITI ആണ് നിങ്ങൾ കഴിഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് 1 ഇയർ എക്സ്പീരിയൻസും കൂടെ അതിൻ്റെ കൂടെ വേണം. 1 ഇയർ എക്സ്പീരിയൻസിന് പകരമായിട്ട് നിങ്ങൾ അപ്രന്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പീരിയൻസ് പകരമായിട്ട് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത പോസ്റ്റ് നിങ്ങളുടെ കാണാൻ സീൽ നമ്പർ 5, 6, 7 ആണ്. HR അതായത് അസിസ്റ്റൻറ്റ് ഗ്രേഡ് HR, അതുപോലെ F&A, C&MM ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് എനി ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ്, അതായത് എനി ഡിഗ്രിയാണ്, എനി ഗ്രാജുവേഷൻ 50% മാർക്ക് മതി. ഓക്കെ, അപ്പോൾ എനി ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന 3 കാറ്റഗറി പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ITI യോഗ്യതയുള്ള പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ITI ഉണ്ട് പ്ലസ് ഡിപ്ലോമ ഉണ്ട്, അപ്പോൾ ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ലാതിരിക്കുന്നില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾ മീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഉയർന്ന ക്വാളിഫിക്കേഷൻ വിചാരിച്ച് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു തടസ്സവുമില്ല. നിങ്ങൾക്ക് കൂടുതൽ വെയിറ്റേജോ മറ്റു പ്രിഫറൻസോ കാര്യങ്ങളൊന്നും ലഭിക്കില്ല, അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷേ നമുക്കിതിൽ പറഞ്ഞിരിക്കുന്ന മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതിൽ ആ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ITIക്ക് പകരം ഡിപ്ലോമ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ITIക്ക് ITI തന്നെ വേണം, പ്ലസ് നിങ്ങൾക്ക് ഉയർന്ന ക്വാളിഫിക്കേഷൻ മറ്റ് ഗ്രാജുവേഷനോ ഡിപ്ലോമയോ ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് കുഴപ്പമില്ല, നിങ്ങളുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കണക്കാക്കി അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റിലേക്ക് നിങ്ങളുടെ എക്സാം പാസ്സായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. ഓൾറെഡി നിങ്ങൾ പാസ്സായിരിക്കണം, അതല്ലാതെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. ഇനി ഇവിടെ കാണാം പ്രൊജക്റ്റ് അഫക്റ്റഡ് പേഴ്സൺ കാണാം. ഇതൊന്നും അല്ല, അതായത് ന്യൂക്ലിയർ പവർ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് NPCLൻ്റെ ന്യൂക്ലിയർ പവർ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് അവരുടെ എന്താണ് വീടും സ്ഥലമൊക്കെ പോയ ആളുകളുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് റിലാക്സേഷൻ കൊടുക്കുന്നുണ്ടെന്നുള്ളൂ. അത് മാർക്കിൽ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ്റെ ആ മാർക്കിൽ പെർസെൻറ്റേജിൽ, അതുപോലെ തന്നെ ഏജ് റിലാക്സേഷന്, അതുപോലെ ഒരു ടോട്ടൽ മാർക്കിൻ്റെ 20% ബോണസ് മാർക്കൊക്കെ അവർക്ക് കൊടുക്കുക. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ ഇതിൻ്റെ ട്രെയിനിങ് ആണ്. ട്രെയിനിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനിഷ്യലി ഇതിലേക്ക് ട്രെയിനിങ് ഉണ്ടാവും ഈ പറയുന്ന പോസ്റ്റുകൾ കിട്ടോ. സ്റ്റൈപ്പൻഡറി ട്രെയിനിങ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മാത്രമേ ട്രെയിനിങ് ഉണ്ടാവും. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രൊബേഷൻ പീരീഡാണ് ഉണ്ടാവുക. അസിസ്റ്റൻറ്റ് ഗ്രേഡ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് കേട്ടോ. അപ്പോൾ ഇതിൽ സ്റ്റൈപ്പൻഡറി ട്രെയിനിൻ്റെ കാറ്റഗറി 1 ആണെങ്കിൽ, അതുപോലെ തന്നെ കാറ്റഗറി 1 നിങ്ങൾക്ക് ഡിപ്ലോമ ഹോൾഡേഴ്സ് ആണെങ്കിലും സയൻസ് ഗ്രാജുവേറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് 1.5 വർഷം അല്ലെങ്കിൽ 18 മാസം എന്തായിരിക്കും നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കും. ആ ട്രെയിനിങ്ങിൽ ആദ്യത്തെ വർഷം നിങ്ങൾക്ക് മന്ത്ലി 24,000 രൂപ സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കും. പിന്നെ നെക്സ്റ്റ് വരുന്ന 6 മന്ത് നിങ്ങൾക്ക് 26,000 രൂപയാണ് ലഭിക്കുക. പിന്നെ ഒരു 1 ടൈം എന്താണ് ബുക്ക് അലവൻസ് ഒക്കെ ആയിട്ട് ഒരു 3,000 രൂപ എക്സ്ട്രാ നിങ്ങൾക്ക് ലഭിക്കും. ഇനി അതുപോലെ കാറ്റഗറി സെക്കൻഡിൽ സ്റ്റൈപ്പൻഡറി ട്രെയിനിങ് അല്ലെങ്കിൽ ടെക്നീഷ്യൻ കാറ്റഗറി സെക്കൻഡ് പ്ലാന്റ് ഓപ്പറേറ്റർ ആണെങ്കിലും മെയിൻറ്റെയിനർ ആണെങ്കിലും അവർക്ക് 2 വർഷമായിരിക്കും ട്രെയിനിങ്. അതിൽ ആദ്യത്തെ ഒരു വർഷം 20,000 പെർ മന്ത് ലഭിക്കും. രണ്ടാമത്തെ വർഷം മന്ത്ലി 22,000 പെർ മന്ത്. പിന്നെ നിങ്ങൾക്ക് ബുക്ക് അലവൻസ് ആയിട്ടൊരു 3,000 രൂപ ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് പെർമനൻ്റ് ആക്കി എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന സ്റ്റൈപ്പൻഡറി ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ കാറ്റഗറി 1ഉം 2ലേക്കും നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് ട്രെയിനിങ് ലഭിക്കും. ആ ട്രെയിനിങ് സമയത്ത് നിങ്ങൾക്ക് 60% മാർക്ക് നമുക്ക് ട്രെയിനിങ്ങിൽ സ്കോർ ചെയ്യണം. മിനിമം 60 നേടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യില്ല, ഒരിക്കലും പെർമനൻ്റ് ആക്കി എടുക്കില്ല. ഓക്കെ, അപ്പോൾ ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് 60% മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ക്വാളിഫൈ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ പെർമനൻ്റ് ആക്കി എടുക്കുകയുള്ളൂ എന്നുള്ള കണ്ടീഷൻ ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾ സക്സസ്ഫുള്ളി ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് B അല്ലെങ്കിൽ ഈ പറയുന്ന ടെക്നീഷ്യൻ B എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കായിരിക്കും നിങ്ങളെ പ്ലേസ് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് സാലറി കാര്യങ്ങളോടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാം നിങ്ങൾക്ക് 35,000 അല്ലെങ്കിൽ ഒരു 30,000 മുകളിലൊക്കെ നമുക്ക് സാലറി പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അലവൻസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ട്രാൻസ്പോർട്ട്, ഹൗസ് റെൻറ്റ് അലവൻസ്, സൈറ്റ് ലൊക്കേഷൻ അലവൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. ഒരുപാട് അലവൻസ് ഉണ്ട്. മറ്റൊരുപാട് ബെനിഫിറ്റ്, ലീവ്, മെഡിക്കൽ, എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ക്യാൻറ്റീൻ സബ്സിഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവമുണ്ട്. പിന്നെ ഇൻസെൻറ്റീവ്സ്, പിന്നെ അതുപോലെ തന്നെ ലോൺ ആൻഡ് അഡ്വാൻസ്, അങ്ങനെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്, ഇതൊക്കെ കാണാം. ഇങ്ങനെ ഒരുപാട് അലവൻസ് ഒക്കെ എക്സ്ട്രാ അതിൻ്റെ കൂടെ ഉണ്ടാവും. ഇനി അടുത്ത് നമ്മൾ ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് ഇവിടെ കാണാം. നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡറി ട്രെയിനി നിങ്ങൾക്ക് ഡിപ്ലോമ ഹോൾഡേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ സയൻസ് ഗ്രാജുവേറ്റ് ആണെങ്കിലും 18 to 25 ഏജ് ലിമിറ്റ് വരുന്നത്. അതായത് 17/6/2025 കണക്കാക്കിയിട്ടാണ് ഏജ് കണക്കാക്കുന്നത്. അപ്പോൾ മിനിമം 18, മാക്സിമം 25 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി കാറ്റഗറി 2 ആണെങ്കിൽ അത് പ്ലാന്റ് ഓപ്പറേറ്റർ ആണെങ്കിലും മെയിൻറ്റെയിനർ ആണെങ്കിലും
നിങ്ങൾക്ക് 18 to 24 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 17/6/2025 കണക്കാക്കിയിട്ടാണ്. അതായത് ഡിപ്ലോമ കഴിഞ്ഞ് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ 18 to 25 ഏജ് ലിമിറ്റ് വരുന്നത്. ഇനി നിങ്ങൾ BSc ബാച്ചിലർ ഓഫ് സയൻസ് കഴിഞ്ഞ് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിലും 18 to 25. ഇനി അതുപോലെ +2 ലെവൽ, അതായത് +2 സയൻസ് എടുത്ത് പഠിച്ച് പ്ലാന്റ് ഓപ്പറേറ്ററിലേക്ക് അപ്ലൈ ആണെങ്കിൽ 18 to 24. ഇനി ITI കഴിഞ്ഞ് അപ്ലൈ ആണെങ്കിൽ നിങ്ങൾക്ക് 18 to 24 ഏജ് ലിമിറ്റ് വരുന്നത്. ഇനി അസിസ്റ്റൻറ്റ് ഗ്രേഡ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ആണെങ്കിൽ 21 മിനിമം ഏജ്, മാക്സിമം 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. SC/ST ആണെങ്കിൽ 5 വർഷം, OBC NC ആണെങ്കിൽ 3, PWD ആണെങ്കിൽ 10 മുതൽ 15 വർഷം വരെ. പിന്നെ എക്സ് സർവീസ്മാനും വിഡോസ് ഡിവോഴ്സിനുള്ള വനിതകൾക്കൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. അതായത് ഈ പറയുന്ന പോസ്റ്റുകളിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ 160 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. ഓക്കെ, അപ്പോൾ സ്റ്റൈപ്പൻഡറി ട്രെയിനിങ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് കേട്ടോ, മറ്റ് പോസ്റ്റിലേക്കൊക്കെയല്ല. സീരിയൽ നമ്പർ 1 മുതൽ 4 വരെയുള്ള പോസ്റ്റിലേക്ക് മാത്രമാണ് ഇത് ആവശ്യമുള്ളത്. പക്ഷേ അത് റിലാക്സബിൾ ആണ്. നിങ്ങൾക്കിവിടെ കാണാം, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ആർ റിലാക്സബിൾ ഇഫ് ദ കാൻഡിഡേറ്റ്സ് ഇസ് അതർവൈസ് മെഡിക്കലി ഫിറ്റ്. നിങ്ങൾ മെഡിക്കലി ഓക്കെ ആണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ ഫിറ്റ് ആണെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. 160 വേണമെന്നൊന്നുമില്ല. ഓക്കെ, 160 താഴെയുള്ളവർ അവർ പരിഗണിക്കും. അപ്പോൾ 160 ഇല്ലയെന്ന് വിചാരിച്ച് ഇതിലേക്ക് അപ്ലൈ ചെയ്യാതെ നിൽക്കണ്ട. നിങ്ങൾ മെഡിക്കലി ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ സെലക്ട് ലിസ്റ്റിൽ പെട്ടാൽ നിങ്ങൾക്ക് ആ ഒരു ചാൻസ് നഷ്ടമാവില്ല. അപ്പോൾ ജസ്റ്റ് ഒരു മിനിമം ഹൈറ്റ് അവർ കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ, 160 സെൻറ്റിമീറ്റർ, വെയിറ്റ് 45.5 kilograms കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സാണ്. അപ്പോൾ സ്റ്റൈപ്പൻഡറി ട്രെയിനിങ് കാറ്റഗറി 1 ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിലും സയൻസ് ഗ്രാജുവേറ്റ് കഴിഞ്ഞവരാണെങ്കിലും അവർക്ക് ഓൺലൈൻ എക്സാമും ഉണ്ടാവും, അതുപോലെ പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാവും. പിന്നെ അതുപോലെ പ്ലാന്റ് ഓപ്പറേറ്റർ ആണെങ്കിലും മെയിൻറ്റെയിനർ ആണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് രണ്ടിലേക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. അത് പ്രിലിമിനറി ഉണ്ടാവും, അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ടെസ്റ്റും ഉണ്ടാവും കേട്ടോ. ഓക്കെ, പ്ലാന്റ് ഓപ്പറേറ്ററിലേക്ക് നമുക്ക് പ്രിലിമിനറി ടെസ്റ്റും അഡ്വാൻസ്ഡ് ടെസ്റ്റും മാത്രമേ ഉള്ളൂ. എന്നാൽ മെയിൻറ്റെയിനറിലേക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു സ്കിൽ ടെസ്റ്റും ഉണ്ടാവും കേട്ടോ. പിന്നെ അതോടൊപ്പം തന്നെ അസിസ്റ്റൻറ്റ് ഗ്രേഡിലേക്കൊക്കെ നമുക്ക് പ്രിലിമിനറി, അഡ്വാൻസ്ഡ് പ്ലസ് നമുക്ക് എന്താണ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി ഈ പറയുന്ന പോസ്റ്റുകൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇവിടെ കാണാം. പോസ്റ്റ് സീരിയൽ നമ്പർ 3, 4, 5, 6 and 7. ഓക്കെ, 1 and 2 അല്ല, ഇത് മുതൽ കാണാം. സ്റ്റൈപ്പൻഡറി ട്രെയിനിങ് കാറ്റഗറി 2 മുതൽ പ്ലാന്റ് ഓപ്പറേറ്റർ, മെയിൻറ്റെയിനർ, അസിസ്റ്റൻറ്റ് ഗ്രേഡ് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ എക്സാമും അതുപോലെ പ്രിലിമിനറി എക്സാമും അഡ്വാൻസ് ടെസ്റ്റും ഉണ്ടാവും. അപ്പോൾ സ്റ്റേജ് 1 സ്റ്റേജ് 2 ഒരൊറ്റ ദിവസം തന്നെ ആയിരിക്കും അത് നടക്കുക കേട്ടോ. ഓക്കെ, അതിന് ബ്രേക്കൊന്നും ഉണ്ടാവില്ല, ഒറ്റ ദിവസം തന്നെ ആയിരിക്കും നമുക്ക് എക്സാം നടക്കുക. അതോടൊപ്പം തന്നെ ഓൺലൈൻ എക്സാമിനേഷൻ്റെ സ്കീം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമ്മളൊരു വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതൊക്കെ അവിടെ പറഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടും. നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ സ്കീം ഓഫ് എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്താൻ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അപേക്ഷാ ഫീസ് വരുന്നുണ്ട്. ഓക്കെ, അത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊന്നും യാതൊരു ഫീസും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. SC/ST ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. PWD എക്സ് സർവീസ്മാന്, പിന്നെ അതുപോലെ ഡിഫൻസ് പേഴ്സണൽ ഡിപ്പെൻഡൻസ് ഇവർക്കൊക്കെ എന്ത് ചെയ്യാണ്, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഒരു 150 രൂപ ഈ പറയുന്ന പോസ്റ്റ് കേട്ടോ. ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിലും സയൻസ് ഗ്രാജുവേറ്റ് കഴിഞ്ഞവരാണെങ്കിലും 150 രൂപ, പ്ലാന്റ് ഓപ്പറേറ്റർ, മെയിൻറ്റെയിനർ, അതുപോലെ അസിസ്റ്റൻറ്റ് ഗൈഡ് 100 രൂപ അപേക്ഷാ ഫീസ് അടച്ചാൽ മതി. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ടൊക്കെ ഫീ അടിക്കണം കേട്ടോ. ഓക്കെ, പക്ഷേ ഇതിൻ്റെ എക്സാം ഒറ്റ ടൈമായിട്ട് നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചോയ്സാണ് ഏതാണ് എഴുതേണ്ടതെന്നൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഒന്നിലധികം അപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് ഫീ അടിക്കണം. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ഇതിൽ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോഗ്രാഫ് 50 KB കൂടാൻ പാടില്ല, സിഗ്നേച്ചർ 20 KB കൂടാൻ പാടില്ല. അതിൻ്റെ ഡയമെൻഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫാണ് 125x165 പിക്സലായിരിക്കണം, സിഗ്നേച്ചർ ആണെങ്കിൽ 125x80 ആയിരിക്കണം. ഇതൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ ഈസി ടൂൾ ഉണ്ട്, യൂസ് ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണ് കുറച്ചും കൂടെ നല്ലത്, ഈ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടും അക്സെപ്റ്റബിൾ ആണ്. പിന്നെ ഒരു കാര്യം ഇവിടെ വിട്ടു നമ്മൾ, അതായത് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ് കോഡാണ് അവിടെ കാണിക്കുക കേട്ടോ. അപ്പോൾ ഡിപ്ലോമ അതുപോലെ സയൻസ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ പോസ്റ്റ് കോഡ് ഇങ്ങനെ ഉണ്ടാകുക, SA or ST എന്ന് പറയുന്നത്, SA/ST കാറ്റഗറി 1 എന്നുള്ളതാണ് പോസ്റ്റ് നെയിം കോഡ് ഉണ്ടാകുക കേട്ടോ ഓൺലൈൻ അപ്ലിക്കേഷൻ ചെയ്യുന്നതിൽ. പിന്നെ പ്ലാന്റ് ഓപ്പറേറ്റർ മെയിൻറ്റെയിനർ ആണെങ്കിൽ ST or TM കാറ്റഗറി 2 എന്നുള്ളതാണ് ഉണ്ടാകുക. അസിസ്റ്റൻറ്റ് ഗ്രേഡ് ആണെങ്കിൽ ഇങ്ങനെയാണ്, അസിസ്റ്റൻറ്റ് ഗ്രേഡ് 1 എന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കിയാണ്. പിന്നെ PWD ഒക്കെ സ്യൂട്ടബിളായ പോസ്റ്റുകളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നോക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യാവുന്ന ലിങ്ക് തരും, അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരാൻ പറ്റും. ഇതിൽ ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ JioCL എജുലാൻഡ് എന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈസി ടൂൾ യൂസ് ചെയ്യാം. ഈസി ടൂളിൻ്റെ നമ്മുടെ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി അതിൽ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ. പ്രൈവറ്റ് ജോബ്സ് ഒക്കെ അതിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ലേറ്റസ്റ്റ് ജോബ്സ് എന്നുള്ളത് ഇവിടെ കാണാം, നിങ്ങൾക്ക് NPCL സ്റ്റൈപ്പൻഡറി ട്രെയിനിങ് കാണാം. അപ്പോൾ നമ്മൾ കൂടുതൽ പോസ്റ്റൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ താഴോട്ട് പോകും കേട്ടോ. റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഇനി അല്ലെങ്കിൽ ഇവിടെ NPCL എന്ന് അടിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ലഭിക്കും. ഞാനിവിടെ NPCL സ്റ്റൈപ്പൻഡറി ട്രെയിനിങ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പോസ്റ്റ് ഓപ്പൺ ആയി വരും. അങ്ങനെ ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ സോഷ്യൽ മീഡിയ ലിങ്കുകളൊക്കെ ഉണ്ട്. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാം,
ഇൻസ്റ്റയിലൊക്കെ പെട്ടെന്ന് സ്റ്റോറി ഇട്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മുടെ വാട്സപ്പ്, ടെലഗ്രാം ചാനലുകൾ അതിലൊക്കെ ജോയിൻ ചെയ്യാം. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ പറയുന്ന SLC +2 ഒക്കെ പഠിക്കണമെങ്കിലും ഇതിൻ്റെ ആ ഒരു പോസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഏറ്റവും താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ്, നോട്ടിഫിക്കേഷൻ എന്നുള്ള ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആക്കാം. നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വാട്സപ്പ് നമ്പറാണ്, ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കോൺടാക്ട് ഓൺലൈൻ അപ്ലിക്കേഷൻ ടീം എന്നുള്ളതിൽ. ഇനി നമ്മുടെ എല്ലാ വീഡിയോയുടെയും താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ടാകും, അതിൽ കോൺടാക്ട് ചെയ്യാം. സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഹിന്ദി മീഡിയത്തിലായിരിക്കും വരിക. അവിടെ ഏറ്റവും കോർണറിൽ റൈറ്റ് സൈഡിലാണ് ഇംഗ്ലീഷ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഇംഗ്ലീഷിലേക്ക് അത് മാറും കേട്ടോ. അപ്പോൾ ഹിന്ദി ഇതിൽ കണ്ട് നിങ്ങൾ ഞെട്ടണ്ട. ഇനി ഇവിടെ കാണാൻ നിങ്ങൾക്ക് വേക്കൻസി ഡീറ്റെയിൽസ്, ഈ പറയുന്ന ഇവിടെ തന്നെ അത് വേക്കൻസി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ റൈറ്റ് സൈഡിൽ കാണാൻ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ. ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഓൾറെഡി രജിസ്റ്റർ ചെയ്തെങ്കിൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നുണ്ട്. എല്ലാ സ്റ്റാർ കൊടുത്ത ഫീൽഡും മാൻഡറ്ററി ആണ്, സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പോസ്റ്റ് ഡീറ്റെയിൽസ് ആണ് ആദ്യം ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. NPCL യൂണിറ്റ്. ഓക്കെ, അപ്പം ഈ പറയുന്ന ഗുജറാത്ത് സൈറ്റാണത് വരുന്നത്. അഡ്വർടൈസ് നമ്പർ ഇവിടെ കാണിക്കും. പോസ്റ്റ് അപ്ലൈഡ് എന്നുള്ളത് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഏത് പോസ്റ്റാണ് നമ്മൾ വെച്ചാൽ അത് ഈ ഡ്രോപ്പ് ഡൗൺ മെനു യൂസ് ചെയ്തിട്ട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പോസ്റ്റ് കോഡായിട്ടാണ് വരിക. SC or ST കാറ്റഗറി, അസിസ്റ്റൻറ്റ് ഗ്രേഡ്, ST or TM കാറ്റഗറി സെക്കൻഡ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് കോഡ് വെച്ചിട്ട് വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവസാനമല്ല, നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ അവസാന ഭാഗത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾ ആ കാറ്റഗറി നോക്കാം. ഞാൻ സിമ്പിളായിട്ടൊന്ന് പറയാം. ഇവിടെ കാറ്റഗറി 1 എന്നുള്ളത് നിങ്ങൾക്ക് ഡിപ്ലോമ കഴിഞ്ഞവർക്കും സയൻസ് ഗ്രാജുവേറ്റ് കഴിഞ്ഞവർക്കുമാണ്. അസിസ്റ്റൻറ്റ് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കഴിഞ്ഞവർക്കുള്ളതാണ്. ദെൻ കാറ്റഗറി 2 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ITI കഴിഞ്ഞവർക്കും അതല്ലെങ്കിൽ +2 പഠിച്ചവർക്കുള്ളതാണ്. ഏതാ വെച്ചാൽ നിങ്ങൾ അനുസരിച്ച് സെലക്ട് ചെയ്യാം. ദെൻ നിങ്ങൾ ഡിസിപ്ലിൻ സെലക്ട് ചെയ്താൽ പേജിൽ ഓടാം. ഡിസിപ്ലിൻ ഇവിടെ ഏതാണ്, നിങ്ങൾ മെക്കാനിക്കലാണോ ഏതാ കഴിഞ്ഞ വെച്ചാൽ സെലക്ട് ചെയ്യാം. കാറ്റഗറി SC OBC ജനറൽ ഏതാണ് വെച്ചാൽ സെലക്ട് ചെയ്ത് നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ പേജിൽ ഓടാം കേട്ടോ. ഓക്കെ, അതിനനുസരിച്ച് നമ്മളങ്ങനെ സെലക്ട് ചെയ്ത് പോയാൽ മതി. അതുപോലെ തന്നെ PWD ആണെങ്കിൽ അതിന് സെലക്ട് ചെയ്യാം നിങ്ങൾ, അല്ലെങ്കിൽ നോ കൊടുക്കാം. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഞാനിപ്പം ഫില്ല് ചെയ്യുന്നില്ല, വീഡിയോയുടെ ലെങ്ത്ത് വളരെ കൂടും. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ ഫില്ല് ചെയ്യുന്ന വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൂടുതൽ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കാണിക്കാവുന്നതാണ്. ഇത് നമ്മുടെ ഓൺലൈനായിട്ട് ഫോം ചെയ്യുന്ന ടീമിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.